നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചൊക്കെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഡാമേജായ ജനലുകൾ അതല്ലെങ്കിൽ ഡോറുകൾ ഇതുപോലുള്ള ചാരുവെഞ്ചുകളൊക്കെ വുഡിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞാൽ വല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വല്ല മെത്തേഡ് ഉണ്ടോയെന്നുള്ളത്. അത് മൊത്തമായിട്ട് ചീവി എടുക്കാതെ ചിലർ അതൊക്കെ മൊത്തം അങ്ങ് ചീവി എടുക്കും, അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വർക്ക് വരും. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഡാമേജ് ആയ ഏരിയകൾ മാത്രം നല്ല രീതിയിലൊരു 100-ൻ്റെയോ 120-ൻ്റെ ഒക്കെ പേപ്പർ ഇട്ട് നല്ല രീതിയിലൊന്ന് ഉരച്ച് ആ വുഡിൻ്റെ കളർ എടുത്തതിന് ശേഷം അവിടെ നമ്മുടെ ക്ലിയർ ഉള്ള സ്ഥലത്തോട്ട് അവിടേക്കൊക്കെ നമ്മളൊരു 220 അല്ലെങ്കിൽ ഒരു 320 പേപ്പർ വെച്ച് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ ഡാമേജ് ഉള്ള ഏരിയകളിൽ കുറച്ച് റഫായിട്ടുള്ള പേപ്പർ ഇട്ടിട്ട് ഉരച്ച് കളഞ്ഞതിന് ശേഷം അവിടെ മാത്രം നമ്മൾ കട്ടിയുള്ള സാൻഡിങ് സീലർ SD-യുടെ ടിന്നർ ചേർക്കാത്ത സീലർ എടുത്തിട്ട് ഇതുപോലെ കിഴുക്കി പതുക്കെ അടിച്ചു കൊടുക്കുക. ഒരു കോട്ടൺ വേസ്റ്റിൽ മുക്കിയിട്ട് 1-2 പ്രാവശ്യം ഒരു പ്രാവശ്യം തുടച്ചതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒന്നുകൂടെ തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കോട്ടിങ്ങിൽ ആ വുഡിൻ്റെ ഭാഗം കിട്ടും. നമ്മൾ ഡയറക്റ്റ് അവിടെ ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു കറുത്ത കളറായിട്ട് ഇരിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ ഫിനിഷിങ്ങും ഉണ്ടാവില്ല. ഇതുപോലെ ഈ കട്ടിയുള്ള സീലർ അവിടെ നമ്മൾ ഇതുപോലെ 2-3 പ്രാവശ്യമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ പേപ്പർ ചെയ്തിട്ട് തേഞ്ഞ് പോയിട്ടുള്ള ആ ജോയിൻ്റൊക്കെ ലെവലായിട്ട് ഫിനിഷായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഈ കാണുന്ന സ്ക്രൂ അടിച്ചിട്ടുള്ള സ്പോട്ടുകൾ അതിലൊക്കെ നമ്മളിത് ചെയ്തതിന് ശേഷം ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റെയിനർ ടച്ച് ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ പെയിൻറ്റ് കൊണ്ട് ടച്ച് ചെയ്ത് കളർ മാച്ചാക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ പൗഡർ പുട്ടി പോലെയുള്ള സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്, ബോഡി ഫില്ലറല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റെയിനർ ടച്ച് ചെയ്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നമ്മളിവിടെ ആ ഒരു പഴയ വുഡുമായിട്ട് കളർ മാച്ച് ആവാനായിട്ട് കുറച്ച് വാൾനട്ടും റെഡ് ബ്രൗണും കൂടിയിട്ടൊന്ന് നൈസായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ അങ്ങ് അടിച്ച് കുളിപ്പിക്കുകയല്ല, ഒരു സ്മോക്ക് ചെയ്തിട്ട് അതിലോട്ട് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പണ്ട് കാലത്ത് പോളിഷ് ചെയ്ത് കിടന്നിരുന്ന ഒരു ചാരുവെഞ്ചിൻ്റെ ലീഫുകളാണ്. അപ്പോൾ അതിൻ്റെ കളർ ഫെയ്ഡായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്തും നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ മൊത്തത്തിലൊരു കോട്ട് ക്ലിയർ അടിക്കുക. ഇതുപോലെ നമുക്ക് കളർ ചെയ്യാനായിട്ട് PU സീലറിലോ സണ്ണി സീലറിലോ അതേതിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പതുക്കെ ഇതുപോലെ വളരെ സ്മൂത്തായിട്ട് ഒരു ഫോഗ് പോലെ ഇങ്ങനെ അടിച്ചെടുക്കാനായിട്ട് പറ്റും.